കാര്യവട്ടം ഗവൺമെന്റ് കോളേജിലെ റാഗിംഗ് കേസിൽ 7 സീനിയർ വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ. റാഗിങ്ങിനിരയായ വിദ്യാർത്ഥി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് റാഗിംഗ് നിയമം ചുമത്തും. ക്രൂരമർദ്ദനമാണ് വിദ്യാർത്ഥികളിൽ നിന്നും ഏൽക്കേണ്ടി വന്നതെന്ന് റാഗിങ്ങിനിരയായ വിദ്യാർത്ഥി അമൃത വാർത്തകളോട് പറഞ്ഞു. മറ്റേ മുളയൊക്കെ വെച്ച് തലയിലടിച്ച് പിന്നെ ബെൽറ്റൊക്കെ ഊരി അടിക്കുകയായിരുന്നു. അതിന് കുറേ ഇടിയൊക്കെ തന്നു, മുഖത്തും നെഞ്ചിലൊക്കെ കുറേ ഇടി തന്നു. അത് കഴിഞ്ഞിട്ട് എന്നെ മാത്രമായിട്ട് അവിടെ SFIയുടെ ഒരു യൂണിറ്റ് റൂമുണ്ട്. അവിടെയാണെങ്കിൽ വേലു എന്ന് പറഞ്ഞ ഒരാൾ കൊണ്ടുപോയി അവിടെ ഇട്ടിട്ട് മുട്ടൂത്തിക്കാൻ പറഞ്ഞു. മുട്ടൂത്തിന്നില്ലെങ്കിൽ മുട്ടുകാരടിച്ചൊടിക്കുമെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് എൻ്റെ മറ്റേ ഷർട്ടൊക്കെ വലിച്ചൂരിയിട്ട് വേറെ ഷർട്ടൊക്കെ തന്ന് എന്നിട്ട് അത് ഇട്ടുകൊണ്ട് പുറത്ത് പോയെന്ന് പറഞ്ഞു. ഈ യൂണിറ്റ് റൂമിൽ നടന്നാലും പുറത്ത് പറഞ്ഞ് ഇനിയും അടിക്കും. പിന്നെ വെള്ളം ചോദിച്ചപ്പോൾ വെള്ളം ആദ്യം തരൂല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫുൾ ബോട്ടിൽ വെള്ളവുമായിട്ട് ഒരു ചേട്ടൻ വന്നപ്പോൾ അത് വാങ്ങിച്ചിട്ട് പകുതി കൂടുതലും കളഞ്ഞിട്ട് ബാക്കി വാഗണ്ടെടുക്കും, തുപ്പിക്കളയും. ലാസ്റ്റ് അതിൽ ഒരു അടപ്പിൻ്റെ അത്ര തുപ്പി എനിക്ക് കുടിക്കാൻ തന്ന്. അത് കുടിച്ചില്ലെങ്കിൽ തലയടിച്ച് പൊട്ടിക്കുമെന്നാണ് പറഞ്ഞത്. പിന്നെ യൂണിറ്റ് റൂമിൽ ഓരോരുത്തർ വരും പോവും അങ്ങനെയൊക്കെ നിന്ന്. ഈ മാസം 11-നാണ് കാര്യവട്ടം ഗവൺമെന്റ് കോളേജിലെ ബയോടെക്നോളജി 1-ാം വർഷ വിദ്യാർത്ഥിക്ക് സീനിയർ വിദ്യാർത്ഥികളിൽ നിന്നും ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇക്കാര്യത്തിൽ ആന്റി റാഗിംഗ് കമ്മിറ്റി നടത്തിയ പരിശോധനയിൽ റാഗിംഗ് നടന്നതായി കണ്ടെത്തിയതോടെ കുറ്റക്കാരായ 7 സീനിയർ വിദ്യാർത്ഥികളെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. സീനിയർ വിദ്യാർത്ഥികളായ വേലു, പ്രിൻസ്, അനന്തൻ, പാർത്ഥൻ, അലൻ, ശ്രാവൺ, സൽമാൻ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഇവർക്കെതിരെ റാഗിംഗ് നിയമം കൂടി ചുമത്തുമെന്ന് പോലീസ് അറിയിച്ചു. യൂണിറ്റ് ഓഫീസിൽ വെച്ച് മർദ്ദിച്ചു എന്നാണ് പോലീസ് FIRലുള്ളത്. ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പലാണ് കഴക്കൂട്ടം പോലീസിൽ പരാതി നൽകിയത്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് റാഗിങ്ങിനിരയായ വിദ്യാർത്ഥിയുടെ പിതാവും പ്രതികരിച്ചു. ക്രൂരമായ മർദ്ദനം തന്നെയാണ്. അവർ ഒരാളല്ല അടിച്ചത്, റൂമിൽ കയറ്റി. അവർ 7-8 പേരുണ്ടായിരുന്നു. അവരുടെ പേരെല്ലാം സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. ആൻറ്റി റാഗിംഗ് കമ്മിറ്റി കണ്ടെത്തിയിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് വിഷ്വലുണ്ട്. കൂട്ടിക്കൊണ്ട് പോകുന്നത് ഈ കുട്ടികളെല്ലാം കൂടെ കൂട്ടി മർദ്ദിക്കാൻ കൊണ്ടുപോകുന്ന വിഷ്വലുണ്ട്. ശക്തമായ നടപടി സ്വീകരിക്കണം. അല്ലാതെ ഇത് നിരസിച്ച് കളയാനുള്ള കേസല്ലത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.